ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രവോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മായി വിനീതിനോട് എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് എത്ര ആലോചിച്ചിട്ടും വിനീതിന് മനസ്സിലാവുന്നില്ല. വിനീതാണെങ്കിൽ ഈ ജന്മം ഗംഗയെ മറക്കാനും പറ്റില്ല. ഇത് വിനീത് തയ്യൽ കടയിൽ ഇരുന്ന് പറയുമ്പോൾ ബേബി ഏട്ടൻ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളവർ സന്തോഷമായിട്ടിരിക്കലാണ് പ്രധാനം. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇല്ലാത്തതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിയാൽ നമ്മൾ അങ്ങ് മാറിക്കൊടുത്തേക്കണം. ചിലയിടത്തൊക്കെ നമ്മൾ വിട്ടുകൊടുത്താലേ നമ്മൾ ജയിക്കുന്നത് എന്ന് ഉപദേശിക്കുന്നുണ്ട്. എല്ലാവരും വിനീതിനെ പരമാവധി സമാധാനിപ്പിക്കുന്നുണ്ട്. സ്നേഹതീരത്താണെങ്കിൽ നിളയെ ഉറക്കുന്ന ഗംഗയെ കാണിക്കുന്നു. കാവേരിയും യമുനയും ഗംഗയുടെ റൂമിൽ വരുമ്പോൾ ഗംഗ പറയുന്നത് ഓർക്കുന്നില്ലേ, കഴിഞ്ഞ തവണ നിശ്ചയത്തിന് അച്ഛനെ വിളിച്ചുണർത്തിയപ്പോൾ അച്ഛൻ ഉണർന്നില്ല. അച്ഛൻ മാത്രമല്ല, എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളും തൂത്തുവാരിക്കൊണ്ട അച്ഛൻ പോയത്. അതുപോലെ ഇത്തവണ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ എണീറ്റില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഗംഗ ലൈറ്റ് അണച്ച് കിടക്കുന്നു. പിറ്റേന്ന് ഗംഗ വഴിയിലൂടെ നടക്കുമ്പോൾ തയ്യൽ കടയിലെ ഒരാൾ ഗംഗയെ കാണുമ്പോൾ മുണ്ടിന്റെ കുത്തഴിച്ച് കൈകൾ കൂപ്പി പറയുന്നത്, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപടി മുന്നിലാണ് നീ. എങ്ങനെയാടി നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഓന്തിന്റെ പോലെ നിറം മാറാൻ പറ്റണത്? നിന്റെയൊക്കെ ഹൃദയം കരിങ്കല്ലാണോ എന്ന് ചോദിക്കുമ്പോൾ വിനീത് അവിടെ ബൈക്കിൽ വന്നിറങ്ങുന്നുണ്ട്. ഗംഗയുമായി അയാൾ സംസാരിക്കുന്നത് കണ്ട് അവരുടെ നേരെ നടന്നു വരുന്നുണ്ട് വിനീത്. പക്ഷെ ഗംഗയോട് ഒന്നും സംസാരിക്കുന്നില്ല. വിനീതിന്റെ ഈ അവഗണന ഗംഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.